നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ആയിരിക്കണം നമ്മുടെ വൈഫും മക്കളും ഒക്കെ താമസിക്കാനുള്ളത്. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മായും വാപ്പായും. ഇത് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. എന്നെക്കൊണ്ട് പറ്റി, ഞാൻ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അതുപോലെ എല്ലാവർക്കും കൊണ്ടും പറ്റത്തില്ല. പക്ഷേ ഞാൻ പറയാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഒന്ന്, നിങ്ങൾ ആദ്യം വൈഫിനെ കൊണ്ടുവന്നതിന് ശേഷം വൈഫിനൊരു ജോലി കണ്ടെത്തി കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ മക്കളെവിടെ സ്കൂളിലോട്ടാക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താവും, നിങ്ങൾക്ക് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ പാസീവ് ഇൻകം കൂട്ടിക്കൊണ്ട് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ ഇൻകം കൂട്ടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫാമിലിയോടുള്ള ജീവിതം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി 2-4 നിലയുള്ള വീട് നാട്ടി വെച്ചുകൊണ്ട് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. പകരം നമ്മൾ ആ പൈസ എടുത്ത് നമ്മളെ ഫാമിലിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി, നമ്മളെ വാപ്പായും അമ്മായും നമ്മളെ കൂടെ കൊണ്ടുവന്ന് നിർത്തി നമ്മൾ ഇവിടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെവിടെയാണോ അവിടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ അറ്റ്ലീസ്റ്റ് ജീവിച്ചു എന്നുണ്ടാവും. നമ്മളതിൽ പൈസ ഉണ്ട് എന്ന് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ലൈഫിൽ ജീവിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മരിക്കുന്ന ടൈമിൽ പൈസ ഇല്ലെങ്കിലും എൻ്റെ കയ്യിൽ എൻ്റെ ഫാമിലിയോടുകൂടെ ഞാൻ അറ്റ്ലീസ്റ്റ് ജീവിച്ചു, എൻ്റെ മക്കളെ ഞാൻ വളരുന്നത് എൻ്റെ കൺമുന്നിൽ കണ്ടു. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും.